ക്ഷേത്ര ദർശനത്തിൽ അവശ്യം വേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധി എന്നുള്ളത്. അവശ്യ ഘടകമാകുമ്പോൾ തന്നെ പരമാവധി എത്രത്തോളം ശുദ്ധിയാകാമോ അത്രത്തോളം ശുദ്ധിയായി തന്നെ ക്ഷേത്രത്തിൽ നമ്മൾ പോകണം. എന്തൊക്കെയാണ് ആ ശുദ്ധി വേണ്ടത്? ശരീരശുദ്ധി വേണം, വസ്ത്രശുദ്ധി വേണം, വാക്ശുദ്ധി വേണം, മനഃശുദ്ധി വേണം. ഇങ്ങനെ പൂർണ്ണശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ പോകാൻ ശ്രമിക്കണം. ഇവിടെ ശരീരശുദ്ധി എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാകാൻ കഴിയും എന്നറിയില്ല. കാരണം നമ്മുടെ ശരീരം എന്നുള്ളത് എന്തെല്ലാം അവസ്ഥകൾ ചേർന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്നാനം എന്ന ക്രിയയിലൂടെ മാക്സിമം നമുക്ക് ശുദ്ധിയാക്കാം. ശേഷം വരുന്നത് വസ്ത്രശുദ്ധിയും വാക്ശുദ്ധിയും മനഃശുദ്ധിയുമാണ്. അവയൊക്കെയും തന്നെ നമുക്ക് നമ്മളാൽ തന്നെ കഴിയാവുന്നതാണ്. പൂർണ്ണമായും ശുദ്ധിയുള്ള വസ്ത്രം ഉപയോഗിച്ച് തന്നെ പോവുക. വാക്കുകൾ മറ്റൊന്നും ഉരുവിടാതെ ഭഗവാന്റെ നാമങ്ങൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് മനസ്സിൽ ഭഗവത് രൂപം മാത്രം ധരിച്ചുകൊണ്ട് ആ ശുദ്ധിയോടും കൂടി നമുക്ക് ക്ഷേത്ര ദർശനം നടത്തി അതിൻ്റെ പുണ്യം പൂർണ്ണമായി നമുക്ക് നേടാം.